TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പിറവത്ത് 2015 ഫെബ്രുവരി 7 ശനി. ശുശ്രൂഷ രാവിലെ 10-ന് മാം ഓഡിറ്റോറിയം. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം, എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ, ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ, യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ. എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. പാടുമെന്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് പഞ്ചായത്ത് അസോസിയേഷൻ ഹാളിൽ 2 ദിവസത്തെ ബൈബിൾ ക്ലാസ്സും വിടുതൽ ശുശ്രൂഷയും ഉണ്ടായിരുന്നു. ആ ബൈബിൾ ക്ലാസ്സിൽ ദൈവവചനം ഞങ്ങൾ ഒന്നിച്ച് പഠിക്കാൻ ഇടയാക്കിയത് കർത്താവിൻ്റെ കൃപ നമുക്ക് തരുന്ന ധൈര്യവും ആ കൃപയിലുള്ള ഉറപ്പ്, യേശു കർത്താവ് മുഖേന ദൈവം മാനവജാതിക്ക് നൽകിയ കൃപ, ആ കൃപയിൽ ഒരു വ്യക്തിക്ക് ഉറപ്പുണ്ടാകുമ്പോൾ മാത്രമേ ധൈര്യത്തോടെ ജയകരമായി ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും അപരാധബോധത്തിലും ഞാൻ ശരിയായിട്ടില്ല, എനിക്കിനിയും കുറവാണ്. അത് നമ്മൾ വാസ്തവത്തിൽ ശരിയായെന്ന് പറയാൻ പറ്റിയത് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കെല്ലാം കുറവുകളുണ്ട്. എന്നാൽ ഞാനീ പറയുന്നത് തെറ്റ് ചെയ്യാനുള്ള ഒരു വഴിയിടുകയല്ല, മറിച്ച് ഒരു പൂർണ്ണ പ്രാഗൽഭ്യം, എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നുള്ള ഒരു പൂർണ്ണ ധൈര്യം ഒരു മനുഷ്യനും കിട്ടത്തില്ല, പക്ഷെ കിട്ടും. അതാണ് എബ്രായ ലേഖനം പറയുന്ന, മനസാക്ഷിയിൽ നിന്ന് പോലും ആ പാപത്തിൻ്റെ ആ അപരാധബോധം എടുത്തു മാറ്റി മനസാക്ഷി വരെ ക്ലിയറാക്കാൻ കഴിയുന്ന ഒന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. ഒരു മഹാക്രിമിനലായിരുന്ന വ്യക്തിക്ക് പോലും ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ അത്ഭുത രൂപാന്തരം വരുന്നെന്ന് മാത്രമല്ല, തുടർന്ന് ഞാനൊരു കള്ളനാണല്ലേ കൊള്ളക്കാരനാണെന്ന് പറഞ്ഞല്ല, മറിച്ച് ദൈവ പൈതലാണെന്നുള്ള ധൈര്യത്തിൽ നടക്കാൻ സാധിക്കുക. ആ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, അവൾ ആൾക്കാരുടെ മുമ്പിൽ കല്ലെറിയപ്പെടാൻ പോവുകയായിരുന്നു, തല കുനിച്ചാണെന്ന്. എന്തൊരു അവസ്ഥയായിരിക്കും അത്. ഒത്തിരി ആൾക്കാരുടെ നടുക്കിൽ വ്യഭിചാര കുറ്റത്തിൽ പിടിച്ചെന്ന് പറഞ്ഞ് തല കുനിച്ച് നിൽക്കേണ്ടി വന്ന അവൾ, പക്ഷെ കർത്താവ് അവളോട് കൃപ കാണിച്ചു കഴിഞ്ഞപ്പോൾ, യേശുവിൻ്റെ കൃപയാൽ അവൾ വിടുവിക്കപ്പെട്ടപ്പോൾ അവൾ തല ഉയർത്തിയാണ് പോകുന്നത്. അങ്ങനെ നമ്മളെ സമൂഹത്തിലും ദൈവമുമ്പിലും നമ്മുടെ സ്വന്തം മനസാക്ഷിയുടെ മുമ്പിലും ഒക്കെ ധൈര്യത്തോടെ തല ഉയർത്തി നിൽക്കാൻ പ്രാപ്തമാക്കുന്നതാണ് ദൈവകൃപ. അതിനെക്കുറിച്ചായിരുന്നു പഠിച്ചത്. നമുക്ക് ആ സന്ദേശം ഇപ്പോൾ കേൾക്കാം. റോമാലേഖനം 5-ാം അധ്യായം 15-ാമത്തെ വാക്യം മുതൽ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ദൈവകൃപ ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യം, ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. റോമർ 5:17 തുടർന്ന് വായിച്ചാട്ട്. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകം നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഇവിടെ വാസ്തവത്തിൽ ഈ വേദഭാഗത്തിൻ്റെ അർത്ഥം ഇതാണ്: ഒരുവൻ പാപം ചെയ്തതുകൊണ്ട് സകല മനുഷ്യരിലും പാപവും ലംഘനവും. പാപമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാണ് പാപം. എന്നാൽ ദൈവം വച്ചിരിക്കുന്ന പ്രമാണങ്ങൾ, ഈ പാപം എന്നിൽ ഉള്ളതുകൊണ്ട്
ദൈവം വെച്ച പ്രമാണങ്ങൾ ഞാൻ ലംഘിക്കുകയാണ്. പഴയ നിയമകാലത്ത് 10 കൽപ്പനകൾ ഉണ്ടായിരുന്നു. കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത്, അല്ലേ? അപ്പോൾ ഇതെല്ലാം എൻ്റെ പാപമുള്ളതുകൊണ്ട് ഈ പറയുന്ന കൽപ്പനകളൊന്നും പാലിക്കാൻ എനിക്ക് പറ്റുമായിരുന്നില്ല. പാലിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് ആരെയും കണ്ട് മോഹിക്കരുത്, മറ്റാരുടെയും വസ്തു കണ്ട് മോഹിക്കരുത്, ഒന്നും കണ്ട് മോഹിക്കരുതെന്നാണ് എൻ്റെ ഇഷ്ടം. പക്ഷേ പൗലോസ്ലീഹ 7-ാം അധ്യായത്തിൽ റോമർ 7-ൽ പറയുന്നുണ്ട്, നന്മ ചെയ്യാനുള്ള ആഗ്രഹം എനിക്ക് ഉണ്ട്, എന്നാൽ ഇച്ഛിക്കാത്ത തിന്മയെ ഞാൻ ചെയ്തു പോകുന്നു. പലരും റോമാലേഖനം 7-ലെ ആ വാക്യം പൗലോസ്ലീഹയുടെ ഇത് എഴുതുമ്പോഴുള്ള അവസ്ഥയാണെന്ന് ധരിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല കേട്ടോ. റോമർ 7-ന്റെ ആദ്യ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ പ്രമാണത്തിന് കീഴിലല്ലായിരുന്നു, എന്നാൽ പ്രമാണം വന്നപ്പോഴോ ഞാൻ പ്രമാണലംഘിയായി തീർന്നു എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം പൗലോസ്ലീഹ സ്വന്തം കാര്യം പറയുന്നതല്ല, യഹൂദൻ്റെ ഒരു പ്രതിനിധിയായി പറയുക. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം മോശ മുഖേന കിട്ടുന്നതിന് മുമ്പ് മനുഷ്യരിൽ എന്തുണ്ടായിരുന്നു? പാപം ഉണ്ടായിരുന്നു. പക്ഷെ പ്രമാണം വന്നപ്പോഴാണ് ലംഘനം ഉണ്ടായത്. അപ്പോഴാണ് മനസ്സിലായത് ഞാൻ തെറ്റുകാരനാണ്. മനസ്സിലായത്. ഞാൻ ഇവിടെയുള്ള ഒരു മൈതാനം വഴി കയറി ഇറങ്ങി നടന്നുകൊണ്ടിരുന്നതാണ്. എൻ്റെ വീട്ടിലോട്ട് പോകാൻ വഴിയിൽ നിന്ന് നല്ല ക്രോസ് റോഡ് പോകാമായിരുന്നു. എനിക്കന്നൊന്നും തോന്നിയില്ല, ഞാൻ അതിലേ നടന്നു. എന്നാൽ ഒരു ദിവസം അതിൻ്റെ ഉടമ അവിടെ എഴുതി വെച്ചു, ഇതെൻ്റെ വസ്തുവാണ്, ഇതിലെ അനധികൃതമായി കടക്കുന്നവർ ശിക്ഷിക്കപ്പെടും, അല്ലെ ഗവൺമെൻറ് എഴുതി വെച്ചു. ഇപ്പം പ്രമാണം വന്നു. ഒന്ന് കൈയെടുത്ത് പറഞ്ഞ പ്രമാണത്തിന് മുമ്പും നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ പ്രമാണം വന്നപ്പോഴാണ് അത് ലംഘനമായത്. പ്രമാണ ലംഘനം പറഞ്ഞേ, അതിനാണ് ട്രാൻസ്ഗ്രഷൻ എന്ന് ഇംഗ്ലീഷ് എഴുതിക്കുന്നത്, ലംഘനം. പക്ഷെ എന്നിലെ പാപം നിമിത്തമാണ് ഞാൻ ലംഘിച്ചത്, അതിരുകൾ എന്ത് ചെയ്തത്? ലംഘിച്ചത്. പക്ഷെ എനിക്ക് ലംഘിക്കണമെന്ന് ആഗ്രഹമില്ല. എല്ലാ ദൈവ നിയമങ്ങളും മനസാക്ഷിയുടെ നിയമങ്ങളും ഞാൻ എന്ത് ചെയ്തിരുന്നു? ലംഘിച്ചു. ഇവിടെ ഇരിക്കുന്ന ആർക്കും പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി ഞാൻ ഇന്ന് വരെ ഒന്നും പറഞ്ഞിട്ടില്ല, നോക്കിയിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. മനസാക്ഷി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശബ്ദമാണ്. അതെല്ലാ മനുഷ്യരുടെ ഉള്ളിലുണ്ട്. നിരീശ്വരവാദിയുടെ ഉള്ളിലും ഈശ്വരവാദിയുടെ ഉള്ളിലും ഏത് മതക്കാരൻ്റെ ഉള്ളിലും മനസാക്ഷിയുണ്ട്. എന്തുണ്ട്? അത് ദൈവത്തിൻ്റെ ആത്മാവാണ്, ദൈവത്തിൻ്റെ ശബ്ദം. ഇന്നത് തെറ്റാ, ഇന്നത് ചെയ്യരുത് എന്ന ഒരു പ്രമാണം. അതാണ് റോമാലേഖനത്തിൽ പറയുന്നത്, പ്രമാണം കയ്യിൽ എഴുതി കിട്ടിയ യഹൂദൻ എഴുതി കിട്ടിയ പ്രമാണം ലംഘിച്ചു, എന്നാൽ പ്രമാണം കയ്യിൽ എഴുതി കിട്ടാത്ത വിജാതിയർ തങ്ങളുടെ മനസാക്ഷിയുടെ പ്രമാണത്തെ ലംഘിച്ചു. ചുരുക്കി പറഞ്ഞാൽ മനസാക്ഷിയെങ്കിലും ലംഘിക്കാത്ത ആരും ഇല്ല. ഇതാണ് റോമാലേഖനത്തിൻ്റെ ഒരു ഭാഗം. അപ്പോൾ പൗലൂസ് പറയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഇച്ഛിക്കാത്ത തിന്മ എത്ര ഞാൻ ചെയ്തു. നമ്മൾ ഓർക്കും പൗലൂസ് അപ്പോസ്തലൻ ഇപ്പോഴും തിന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. താൻ തൻ്റെ യഹൂദൻ്റെ അവസ്ഥ, യഹൂദൻ്റെ ഒരു പ്രതിനിധിയായി, ഞാനിപ്പോൾ പറയാമെന്നിരിക്കട്ടെ, 1947 ഞാൻ സ്വാതന്ത്ര്യം ആസ്വദിച്ചത് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ പറയുക. ആയതുപോലെ യഹൂദൻ എന്നുള്ളതിൽ പൗലൂസ് പറയാണ്, ഞാൻ ഒരിക്കൽ പ്രമാണമില്ലാതെ ജീവിച്ചിരുന്നു, എന്നാൽ ഞാൻ പ്രമാണത്തിൻ്റെ കീഴിലായി. പൗലൂസിൻ്റെ കാര്യം പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും ആയിരുന്നില്ലല്ലോ, പ്രമാണമില്ലാതെ ഒരിക്കലും ജീവിച്ചില്ലല്ലോ. താൻ ജനിച്ചത് തന്നെ ഒരു യഹൂദനായിട്ടല്ലേ, ന്യായപ്രമാണത്തിന് കീഴിലല്ലേ. അപ്പം തൻ്റെ കാര്യം അല്ല പറയുന്നത്, പ്രമാണം വരുന്നതിന് മുമ്പുള്ള മനുഷ്യജാതി അവൻ ഓർത്തു എനിക്കൊരു കുറ്റവും ഇല്ലെന്ന്. പക്ഷെ ദൈവത്തിൻ്റെ പ്രമാണം വന്നപ്പോൾ അവന് പിടികിട്ടി ഞാൻ ലംഘനക്കാരന്. ഒരു കാര്യം കൂടെ പിടികിട്ടി, ഞാൻ എത്ര ശ്രമിച്ചാലും എന്ത് ചെയ്യാനൊക്കില്ല, ദൈവത്തിൻ്റെ പ്രമാണത്തിൽ അല്ലെങ്കിൽ എൻ്റെ മനസാക്ഷിയുടെ പ്രമാണത്തിൽ എനിക്ക് പൂർണ്ണമായി എത്താനൊക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മളെല്ലാം ആരായി? ലംഘനക്കാരായി. നമ്മളെല്ലാം ആരായി? അതുകൊണ്ടാണ് ഏകൻ്റെ അനുസരണക്കേടിനാൽ സകലരും എന്തായി മാറി? പാപികളായി തീർന്നു. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ, നിങ്ങൾ പാപിയായതിൻ്റെ ക്രെഡിറ്റ് ആദാമിനാന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളിൽ പോലും അതുണ്ട്. നിഷ്കളങ്ക മുഖമുള്ള കുഞ്ഞുങ്ങൾ, അവരുടെ കളിപ്പാട്ടം വേറെ ആരെങ്കിലും എടുത്താൽ അവനെ ഇടിക്കാൻ ചെല്ലുന്നു. അപ്പോൾ ഈ കുഞ്ഞിൽ മോഷ്ടിക്കണമെന്നുള്ള ചിന്ത എവിടുന്ന് വന്നു? മനുഷ്യൻ സ്വതവേ പാപിയ. ഭാരതീയ ചിന്തകളും പറയുന്ന പാപോഹം പാപസംഭവ,
ഞാൻ പാപത്തിൽ ഉരുവായിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, അകൃത്യത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, പാപത്തിൽ ഞാൻ ഉരുവായി. അതാണ് പൗലോസ് മനുഷ്യൻ്റെ നിലവിളിയാ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അല്ലാതെ പൗലോസിൻ്റെ ആ സമയത്തെ നിലവിളി അല്ലത്. പിന്നെ മനസാക്ഷിയോ പ്രമാണമോ ഉള്ള സകല മനുഷ്യൻ്റെ അകത്ത് നിലവിളിയുണ്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, തെറ്റ് ചെയ്യാതിരിക്കാൻ തക്കവണ്ണം ഈ പാപത്തിൻ്റെ പിടിയിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? എന്നെ ഏത് പ്രമാണം വിടുവിക്കുന്നല്ല, പിന്നെ ഉറക്കെ പറഞ്ഞ ആർ? ഒരു വ്യക്തിയാണ് വേണ്ടതെന്ന് പറഞ്ഞ് അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു, നിങ്ങൾക്കൊരു പുസ്തകമല്ല വേണ്ടത്. നിയമത്തിന് മനുഷ്യനെ രക്ഷിപ്പാൻ കഴിവില്ല പ്രിയപ്പെട്ടവരെ. നിയമത്തിന് മനുഷ്യൻ്റെ കുറവുകൾ ചൂണ്ടിക്കാണിക്കാനേ കഴിവുള്ളൂ. ഇന്ന വഴി നടക്കണമെന്ന് പറയാനേ കഴിവുള്ളൂ. പക്ഷേ നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും നടക്കാൻ മേലാത്തെന്ന് അവരുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ജയിലുകളിലൊക്കെ കിടക്കുന്ന ക്രിമിനലുകളെ നമ്മൾ കുഴപ്പക്കാരെന്ന് പറയും. പക്ഷേ നിങ്ങൾ അവരുടെ പലരുടെ ഹിസ്റ്ററി പഠിച്ചാൽ അവരുടെ വീട്ടിൽ അവരുടെ അപ്പനും അമ്മയും തമ്മിൽ ഒരുപക്ഷെ പിണങ്ങിപ്പോയി കാണും. ആ കുഞ്ഞ് വളർന്നു വന്ന സാഹചര്യം വളരെ മോശമായിരുന്നിരിക്കാം. നമ്മളവനെ കള്ളൻ കണ്ടില്ലേ, പോകുന്ന കണ്ടില്ലേ, മുഖമറച്ച് പോകുന്ന കണ്ടില്ലേ. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു കരുണയോടെ മാത്രമേ ഒരു പാപിയെ നോക്കത്തുള്ളൂ. 1-2 പേരോട് പറഞ്ഞ്, കരുണയോടെ മാത്രം നിന്നെ വിടുവിക്കുന്ന ഈ മരണത്തിന് അധീനമായ ജഡത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്നതിൻ്റെ മറുപടിയാണ് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു. ആ ആറാണ് യേശു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എന്നെ ഈ മരണത്തിൽ നിന്ന് ആർ വിടുവിക്കും എന്ന മാനവജാതിയുടെ നിലവിളിയുടെ മറുപടിയാണ് ഇവൻ വിടുവിക്കും. അവൻ്റെ പേരെത്രേ? കർത്താവായ യേശു ക്രിസ്തു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ കർത്താവ് നമ്മളോട് എന്തോ തോന്നി? കൃപ തോന്നി. ഉറക്കെ പറഞ്ഞേ, അതാണ് എൻ്റെ ജയം. ഉറക്കെ പറ, അവൻ്റെ കൃപ എൻ്റെ ജയം. പറഞ്ഞേ, അതാണ് റോമർ 5:17 പറയുന്നത്. കൃപയുടെയും നീതിദാനത്തിൻ്റെ, ഉറക്കെ പറഞ്ഞേ, കൃപയുടെയും നീതിദാനത്തിൻ്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. സ്വർഗത്തിൽ പോകുന്നല്ല, സ്വർഗത്തിൽ പോകുന്നും കൂടെ അതിനകത്തുണ്ട്. ഇന്ന് മുതൽ തന്നെ ജീവൻ, ഒരു വാഴുന്ന ജീവൻ നമുക്കുണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ജയം അവൻ്റെ കൃപ. അവർക്ക് പറഞ്ഞേ, വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ നമ്മൾ വായിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം 8. അവളെ അവിടുത്തെ പരീശന്മാർ ശാസ്ത്രിമാരുമെല്ലാം നടുക്കുകൊണ്ട് നിർത്തി യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി. അവളെ അപ്പുറം മാറ്റി കല്ലെറിഞ്ഞ് കൊന്നാൽ മതിയായിരുന്നു. പക്ഷേ അവളുടെ നന്മയെന്ന് പറഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവളുടെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി. അവർക്ക് ആരെ പരീക്ഷിക്കണമെന്ന് തോന്നി? യേശുവിനെ ഇത് വെച്ച് എന്ത് ചെയ്യണം? പരീക്ഷിക്കണം. ഇവൻ നമ്മുടെ ന്യായപ്രമാണത്തെ മറിക്കാൻ വന്നിരിക്കുന്നു, ഇവൻ തെറ്റുകാരെയൊക്കെ വെറുതെ വിടുകയാണല്ലേ. അങ്ങനെയാണ് ഇവനെ ഒന്ന് പിടിച്ചിട്ടേ ഉള്ളൂ. ചിലർക്ക് എങ്ങനെങ്കിലും ഈ ന്യായപ്രമാണം അകത്ത് കയറിയവന് മറ്റുള്ളവനെ പിടിക്കണം, കൊല്ലണമെന്ന്. എന്നാൽ കൃപ അകത്ത് കയറിയവന് മറ്റുള്ളവരോടും കൃപ തോന്നും. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ആ ദേവാലയത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഇതാ പരീശന്മാരും ശാസ്ത്രിമാരുമെല്ലാം വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ അവളെ കൊണ്ടുവരുമ്പോൾ പറഞ്ഞ ഷീ ഈസ് കോട്ട് ഇൻ ദ വെരി ആക്ട് ഓഫ് അഡൾട്ടറി. ഇവളെ റെഡ് ഹാൻഡഡ് ആയിട്ട് പിടിച്ചതാണ് എന്ന് പറഞ്ഞാൽ സാക്ഷികളുടെ ഒന്നും ആവശ്യം ഇല്ല. വ്യഭിചാര കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് പിടിച്ചതാ. അവൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അവനും കൂടെ ആയിരിക്കും കല്ലെറിയാൻ വന്നത്. അവളെ പിടിച്ചുകൊണ്ട് നടുവിൽ കൊണ്ട് നിർത്തിയിട്ട് ചോദിച്ചു, ഗുരു, ഇവളെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു, സാക്ഷി എഴുതുന്നൊന്നും ആവശ്യമില്ല. മോശ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഇങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞ് കൊല്ലണം. ഇപ്പോഴും ചില അറബി നാടുകളിൽ അതേ ശിക്ഷ നടപടി ഉണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യരവരൊത്തിരി മര്യാദയ്ക്ക് നടക്കും. കൈകൊടുത്ത് പറഞ്ഞ, ഒന്നീ നല്ല നിയമം വേണം, അല്ല നല്ല പോലെ കൃപ കിട്ടണം എന്ന് പറ. എങ്കിലേ മനുഷ്യൻ ചൊവ്വേ നടക്കത്തുള്ളൂ. ഒന്നീ എന്തോ വേണം? കഠോര നിയമം. കൈക്കൂലി മേടിച്ചാൽ കൈ വെട്ടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കൈക്കൂലി തീരും. പക്ഷേ നമ്മുടെ നാട് കുറച്ചുകൂടെ ഫ്രീഡം മനുഷ്യന് കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ആ ഫ്രീഡം പലരും മുതലെടുക്കുക. എന്നാൽ ദൈവവും ഫ്രീഡം കൊടുത്തു. ഫ്രീഡത്തിൻ്റെ കൂടെ പരിശുദ്ധാത്മാവിനെയും കൂടെ കൊടുത്തുകൊണ്ട് ആ സ്നേഹം കണ്ടാൽ പിന്നെ തെറ്റിയാനൊക്കത്തില്ല. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഒരു നല്ല വിശ്വാസി നല്ല ഒരു പൗരനും കൂടെ ആയിരിക്കും. അവന് രാജ്യസ്നേഹം ഉണ്ടായിരിക്കും.
ഒരിക്കലും ഒരു ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തി രാജ്യവിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടില്ല. അവനൊരു ടെററിസ്റ്റ് ആകാനൊക്കില്ല. കാരണം വചനം പറയുന്നു, നീ ചുങ്കം കൊടുക്കണം, നീ കരം കൊടുക്കണം, നിൻ്റെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിന്നെ ദൈവമാണ് ആ രാഷ്ട്രത്തിലാക്കി വെച്ചിരിക്കുന്നത്. നീ ആ രാഷ്ട്രത്തിന് അനുഗ്രഹമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല വിശ്വാസിക്ക് കൈക്കൂലി മേടിക്കാനൊക്കില്ല. പരിശുദ്ധാത്മാവനെ സമ്മതിക്കില്ല. നിയമം കൊണ്ടല്ല, അവൻ്റെ അകത്ത് നിയമത്തെക്കാൾ ശക്തമായ ഒന്നുണ്ട്, കൃപാവരം. എന്തുണ്ട്? കൃപയുടെ ആത്മാവ്. ഉറക്കെ പറഞ്ഞ്, ആ സ്നേഹത്തിൻ്റെ ആത്മാവ് അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. സ്തോത്രം. അതുകൊണ്ട് ഒന്നുകിൽ നല്ല നിയമം വേണം, അല്ല നല്ല പരിശുദ്ധാത്മാവ് വേണമെന്നൊന്ന് അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ്. ഒന്ന്, എനിക്കിഷ്ടമില്ലെങ്കിലും വിഷമത്തോടെ ഞാൻ നിയമം അനുസരിക്കും, പേടിച്ചിട്ട്. മറ്റേത് പേടിച്ചിട്ടല്ല, സ്നേഹിച്ചിട്ട് ഞാൻ കർത്താവിൻ്റെ വഴിയിൽ നടക്കും. മോശ ലോ കൊണ്ടുവന്നു, യേശു ലവ് കൊണ്ടുവന്നു. അങ്ങനെയാണ് കൂടുതൽ ശക്തമായ നിയമത്തിൻ്റെ കീഴിൽ ആരാണ്? അതാണ് കൃപയുടെ നിയമം, അതാണ് പരിശുദ്ധാത്മാവിൻ്റെ നിയമം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഇനി ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ അല്ല. നിയമമില്ലാത്തവരല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. അതിനേക്കാൾ ശക്തമായ ഒരു നിയമം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിനാൽ ഈ നിയമം ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ അതിൻ്റെ പുറകെ ഒന്നും പോകത്തില്ല. ചേർന്ന് കരമടിച്ച് വായ് തുറന്നൊന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ച്. അതുകൊണ്ടാണ് പൗലോസ് ഞാൻ സ്വതന്ത്രനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കെട്ടപ്പെട്ടവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ ആം ബൗണ്ട് യെറ്റ് ഫ്രീ. എല്ലാവരും പറഞ്ഞേ, ഐ ആം ഫ്രീ ബട്ട് ബൗണ്ട് ബൈ ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ഒന്ന് പറഞ്ഞേ, എൻ്റെ മേൽ ഒരു നിയമമില്ല, എന്നാ വേണേലും എനിക്ക് ചെയ്യാം, പക്ഷേ സ്നേഹം കൊണ്ട് ഞാൻ കെട്ടപ്പെട്ടിരിക്കുക. എത്ര പേർക്ക് ഇത് ഇഷ്ടമുണ്ട്? ആ ഒരു ജീവിതം എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? ഓ സ്വത്രം. ടി വി പ്രോഗ്രാമിൽ എന്നെ കേൾക്കുന്ന എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? ദേ കർത്താവ് ഒരു നിയമവും വെച്ചിട്ടില്ല, ന്യായപ്രമാണം മാറ്റി, 600-ൽ പരം ഉപകൽപ്പന മാറ്റി, 10 കൽപ്പന മാറ്റി, എന്നാ വേണം ചെയ്യാം. പക്ഷെ ഞാൻ പറയാം, യേശുവിനെ അറിഞ്ഞ നിങ്ങൾക്ക് ഒരു വേണ്ടാതീനം ചെയ്യാനൊക്കത്തില്ല. നിങ്ങൾക്കൊരു നല്ല ഇന്ത്യൻ പൗരനാകാനേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഏത് രാജ്യത്തിൽ തന്നെ കേൾക്കുന്നോ ആ രാജ്യത്തിന് നിങ്ങൾക്ക് അനുഗ്രഹമാകാനേ ഒക്കത്തുള്ളൂ. നിങ്ങളുടെ അയൽവാസിക്ക് നിങ്ങൾക്ക് അനുഗ്രഹമാകാനേ ഒക്കത്തുള്ളൂ. നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾക്ക് അനുഗ്രഹമാകാനേ ഒക്കത്തുള്ളൂ. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ അനുഗ്രഹമാകാനേ ഒക്കത്തുള്ളൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ അനുഗ്രഹമാകാനേ ഒക്കത്തുള്ളൂ. എന്തിന്? നിങ്ങളെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി, അവരോട് സഹതപിക്കുന്ന ഒരു വ്യക്തിയായി, നിന്നെയും എന്നെയും മാറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ ദിവ്യ ശക്തിക്കായി ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ നടുക്കുകൊണ്ട് നിർത്തിയപ്പോൾ ഇവളെ പിടിച്ചിരിക്കാന്ന് പറഞ്ഞു. ഇവളെ കല്ലെറിയണമെന്നാ നിയമം പറയുന്നു. നീ എന്ത് പറയുന്നു? സ്തോത്രം. ഇവളെ ഇങ്ങനെ വിട്ടാൽ ഇവൾ പിന്നെയും കുഴപ്പത്തിൽ പോവല്ലേ? ഹലോ, ശിക്ഷിക്കാതെ വിട്ടാൽ ഇവൾ പിന്നെയും പ്രശ്നം ചെയ്യുമെന്ന് കർത്താവിനറിയാം അല്ലേ? ഇല്ലേ? അപ്പോൾ കർത്താവ് തീരുമാനിച്ചു, ഇവർ കൊടുക്കുന്ന ഏറിനേക്കായി വലിയൊരു ഏറ് ഞാൻ ഇവക്കിട്ട് കൊടുക്കും. ഇവരുടെ ഏറിന് ഇവളെ സമൂഹത്തിൽ നിന്ന് മാറ്റാനേ കഴിവുള്ളൂ. പക്ഷേ എൻ്റെ ഏറ് ഇവളെ മാന്യമായിട്ട് സമൂഹത്തിൽ നിർത്തുകയും ചെയ്യും. സ്തോത്രം, സ്തോത്രം, ആമേൻ. നിയമം എന്ത് ചെയ്യുമെന്നറിയോ? പാപിയെ കൊന്ന് സമൂഹത്തിൽ നിന്ന് നീക്കി ബാക്കിയുള്ളവരൊരു സുഖമായിട്ട് ജീവിക്കും. എന്നാൽ സ്നേഹം പാപിയെ പുതുജീവൻ കൊടുത്ത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി സമൂഹത്തിൽ ജീവിപ്പിക്കും. അതത്ര യേശുവിൻ്റെ സുവിശേഷം. ഇത് മതം മാറ്റമല്ല, ഇത് മതം മാറ്റമല്ല, ഇത് മതം മാറ്റമല്ല. ഹൃദയം പുതുതായി തീരുന്നതാണ്, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്നതാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ അവർ മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി ഒന്ന് കൈവിടുത്ത് പറഞ്ഞു, ഒരു നിയമവും നിനക്ക് കുറ്റം വിധിച്ചില്ലെങ്കിലും മനസാക്ഷി വെറുതെ വിടുകയല്ല മോളെ മോനെ എന്നൊന്ന് പറഞ്ഞു. എൻ്റെ കയ്യെ പിടിച്ചു വേണേ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഏത് പോലീസ് ഏത് കോടതിയെ വെട്ടിച്ച് നീ പോയാലും നിന്റെ അകത്ത് നിന്നെ എന്നാ വിളിക്കും? കള്ള എന്നെൻ്റെ മനസാക്ഷി എന്നെ വിളിക്കും. അത് ദൈവത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ യേശുവിൻ്റെ രക്തം നമ്മുടെ മനസാക്ഷിയിൽ നിന്ന് പോലും പാപചിന്ത മാറ്റിക്കളയുന്നതാണ്. ഒരു ക്രിമിനൽ ആയിക്കൊള്ളട്ടെ, വ്യഭിചാരി ആയിക്കൊള്ളട്ടെ, യേശുവിൻ്റെ ക്രൂശിനടുക്കൽ വന്നാൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. എബ്രായ ലേഖനം പറയുന്നു, നമ്മുടെ മനസാക്ഷിയിൽ നിന്ന് പോലും പാപിയാന്നുള്ള ചിന്ത മാറ്റും. കുറ്റബോധം മാറ്റും. ഉറക്കപ്പറ. അപരാധബോധം മാറ്റും. അപ്പം യേശു അവൾക്ക് എന്തോ കൊടുത്തു?
കൃപ കൊണ്ട് ഒരു ഏറ് കൊടുത്തു. കേടുത്ത് പറഞ്ഞു, കൃപ കൊണ്ട് യേശു നിന്നെ എറിയുമെന്ന് പറഞ്ഞു. സ്നേഹം കൊണ്ട് എറിയും. അവർ കൈ കിട്ടിയ കല്ലുകൊണ്ട് എറിയാൻ വന്നപ്പോൾ യേശു സ്നേഹത്തിൻ്റെ കല്ലുകൊണ്ട് അവൾക്ക് ഒറ്റ ഏറ് കൊടുത്തു. ആ ഏറോടെ അവളം കറക്റ്റായി. അവൾ പിന്നെ ഒരിക്കലും വിചാരം ചെയ്തിട്ടില്ല. ഒന്നോർത്ത് നോക്കണേ, എറിയാൻ വന്നവരെല്ലാം മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി അവരുടെ മനസാക്ഷി പറഞ്ഞടാ, നീ തെറ്റുകാരനാ, നീ അന്നത് ചെയ്തതല്ലേ, നീ ഇത് പറഞ്ഞവനല്ലേ, നീ വേണ്ടാതെ നോക്കിയല്ലേ, നിനക്കും തരം കിട്ടാഞ്ഞുകൊണ്ടാണല്ലോ. ഹലോ ഹലോ, നിന്റെ കാല് വഴുതിയതല്ലായിരുന്നോ? അന്നേരം ആരാണ്ടല്ലേ വന്നുകൊണ്ടല്ലേ നീ രക്ഷപ്പെട്ടത് എന്നൊക്കെ ആര് ചോദിച്ചു? മനസാക്ഷി ചോദിച്ചു. ഒറ്റ വലിച്ചിലായിരുന്നു, പിന്നെ അവിടെ കണ്ടിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഉടനെ കർത്താവ് മുഖം ഉയർത്തി അവളെ നോക്കിയിട്ട് ചോദിച്ചു, ആരും നിനക്ക് കുറ്റം ചുമത്തിയില്ലേ? ഇല്ല ഗുരു എന്ന് പറഞ്ഞു. പിന്നെ കുറ്റം ചുമത്താൻ കഴിയുന്നവൻ ഒരുവനേ ഉള്ളൂ, അവൻ കുറ്റം ചുമത്തത്തില്ലെന്ന് യോഹന്നാൻ 5:42 മുതൽ വായിക്കുമ്പോൾ 40 മുതൽ വായിക്കുമ്പോൾ പറയുന്നു, സ്വത്രം, ഞാൻ നിങ്ങളെ കുറ്റം ചുമത്തുമെന്ന് നിങ്ങൾ കരുതരുത്. പിതാവിൻ്റെ മുമ്പിൽ ഞാൻ നിങ്ങളെ കുറ്റം ചുമത്തുമെന്ന് നിങ്ങൾ കരുതരുത്. എന്നിട്ട് പറയാം, നിങ്ങളെ കുറ്റം ചുമത്തുന്നവനുണ്ട് മോശ, നിങ്ങളെ പ്രത്യാശ വച്ചിരിക്കുന്ന മോശ, ന്യായപ്രമാണമേ നിങ്ങളെ കുറ്റം ചുമത്തത്തുള്ളൂ. ഞാൻ കുറ്റം ചുമത്താൻ വന്നവനല്ല, നിന്റെ കുറ്റം കൂടെ ഞാൻ ഏറ്റെടുത്ത് നിനക്ക് പകരം മരിച്ചിട്ട് നിന്നെ മാന്യാക്കി നിർത്താൻ. നിന്നെ തുണിയിരിച്ച് വഴിയെ നടത്തേണ്ട സ്ഥാനത്ത് എൻ്റെ തുണി അവർ ഉരിക്കും. നിന്റെ കൈകൾ തെറ്റ് ചെയ്യുവാൻ നീണ്ട നിന്റെ കയ്യിൽ അടിക്കേണ്ട ആണി എൻ്റെ കൈകളിൽ ഞാൻ വാങ്ങും. നിന്റെ തല കൊണ്ട് ചിന്തിച്ച വേണ്ടാതീനത്തിന് മുഴുവൻ നിന്റെ തലയിൽ വെക്കേണ്ടിയിരുന്ന മുൾക്കിരീടം ഞാൻ ഏറ്റെടുക്കും. അവനെ നോക്കിയിട്ട് പാപം ചെയ്യാൻ പറ്റുന്നവരെല്ലാം ഉണ്ട്, ചെയ്തു കേട്ടോ. സ്തോത്രം. നീതിദാനം ഉറക്കെ പറ. സ്വയം നീതി പ്രാപിക്കാൻ ശ്രമിക്കരുതെന്നൊന്ന് കൈകൊടുത്ത് പറഞ്ഞ്. ഈ സ്ത്രീക്ക് കിട്ടിയതാണ് നീതിദാനം. പറ എന്തോ? ഓ, ഞാനങ്ങോട്ട് പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങളിൽ കുഴപ്പമൊന്നുമില്ല, മുഴുവൻ യോഗത്തിന് ഞാൻ പോകുന്നുണ്ട്. നല്ലതാ കേട്ടോ, പോകണം. ഇനി ഒരു യോഗത്തിന് പോകാൻ പറ്റിയില്ലേലും എൻ്റെ കുഴപ്പങ്ങൾ നോക്കാതെ ഇങ്ങോട്ട് നീതി അങ്ങ് ഇടിക്കുക. കല്ലെറിഞ്ഞ് ചാകേണ്ടിയ നിമിഷം തൻ്റെ നീതിവസ്ത്രം ഉരിഞ്ഞ് നിന്റെ തലയിലിട്ടിട്ട് നോക്കിയ എറിയാൻ വന്നവരെല്ലാം തല കുനിച്ചു പോകുന്നു. എറിയപ്പെടേണ്ട സ്ത്രീ നീതിവസ്ത്രം ധരിച്ച് തല ഉയർത്തി നടക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മോടുള്ള ഇത്ര വലിയ സ്നേഹമാണ് നമ്മുടെ ജയം, നമ്മുടെ ധൈര്യം. ഞാൻ എല്ലാത്തിലും പെർഫെക്റ്റ് ആണെന്നുള്ള അല്ല എൻ്റെ ധൈര്യം, കർത്താവിൻ്റെ കൃപയാണ് നമ്മുടെ ശക്തി. അതുകൊണ്ടാണല്ലോ പൗലോസ് തിമോഥെയോസിനോട് പറയുമ്പോൾ, എൻ്റെ മകനെ തിമോഥെയോസേ, കൃപയിൽ ശക്തിപ്പെടുക. നമ്മൾ വായിച്ച ഒരു വാക്യം റോമർ 5:17, കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ ജീവനിൽ വാഴും. കൃപ എല്ലാവരുടെ മേലും സമൃദ്ധിയായിട്ടുണ്ട്. പിന്നെ അങ്ങനെ ലഭിക്കുന്നവർ എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന പോലെയാണ് എനിക്ക് ലഭിക്കുന്നത്. മാത്രമല്ല ഈ കൃപയെക്കുറിച്ചുള്ള അറിവൂടെ എനിക്ക് ലഭിക്കണം. ആ എൻ്റെ കർത്താവിൻ്റെ കൃപ, കവിഞ്ഞിരിക്കുന്ന കൃപ, എൻ്റെ എല്ലാ കുറവുകളുടെ മേലും കവിയുന്നൊരു കൃപ എൻ്റെ മേലുണ്ട് എന്നുള്ള അറിവാണ് എൻ്റെ ധൈര്യം. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പിശാചിൻ്റെ ഏത് പ്രവൃത്തി എതിർത്ത് നിൽക്കാൻ പറ്റും. എനിക്ക് എതിർക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയുടെ ആവശ്യം അവിടെ ഇല്ല. കർത്താവിൻ്റെ കയ്യിലാണ് നമ്മളിരിക്കുന്നത്. എന്തൊരു സ്നേഹമാണല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് കേട്ട സന്ദേശം തുടരുക. അപ്പോൾ തന്നെ ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ ഭയത്തിലാണെങ്കിൽ, നിരാശയിലാണെങ്കിൽ, ഈ ഭയവും നിരാശയൊക്കെ നമുക്ക് വരുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മുടെ കഴിവുകേടിനെക്കുറിച്ചും നമ്മുടെ ശക്തി കുറവിനെക്കുറിച്ചും നമ്മുടെ പരാജയങ്ങളെക്കുറിച്ചും ചിന്തിക്കുമ്പോഴാണ്. എന്നാൽ ഇതൊക്കെ മാറുന്നത് എപ്പോഴാണെന്നറിയാമോ? എനിക്കിതൊക്കെ ഉണ്ടെങ്കിലും ഒരു നല്ല കർത്താവ് എനിക്ക് വേണ്ടി ഉണ്ടല്ലോ എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ പരാജയം നമ്മളെ മൂടില്ല, നമ്മുടെ ഭയം നമ്മളെ മൂടില്ല, നമ്മുടെ കഴിവുകേടുകൾ നമ്മുടെ മുമ്പിൽ ചോദ്യചിഹ്നങ്ങളായിരിക്കില്ല. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ കൃപയുടെ അത്യന്ത ശക്തിക്കായി സ്തോത്രം. ഞങ്ങളോടുള്ള അങ്ങയുടെ കൃപ എത്ര വലിയതാണ്. ഈ ലോകത്തിൽ ആർക്കും ഞങ്ങളോടില്ലാത്ത മഹാസ്നേഹം കൊണ്ട്
സകല മനുഷ്യരെയും കർത്താവ് സ്നേഹിക്കുന്നില്ല. ആ ബോധ്യം ഇന്ന് ഓരോരുത്തരിലും കർത്താവ് കൊടുക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ആ കൃപ തന്നെ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലും പ്രവർത്തിക്കട്ടെ. എല്ലാ ഭയവും എല്ലാ ആശങ്കയും മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. കർത്താവിൻ്റെ കരം നീട്ടിയതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് കൂടെയുണ്ട്, ഒരിക്കലും കൈവിടില്ല. എത്ര വലിയ പ്രതിസന്ധി ആയിക്കോട്ടെ അതിലേക്ക് നോക്കി പേടിക്കാതെ യേശു എൻ്റെ കൂടെ നീ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ ചുവടുകൾ വയ്ക്കുക. ഈ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിവസമായിരിക്കും. അടുത്ത എപ്പിസോഡിൽ ഈ സന്ദേശം ബാക്കി ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയും കർത്താവിൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പിറവത്ത് 2015 ഫെബ്രുവരി 7 ശനി. ശുശ്രൂഷ രാവിലെ 10-ന് മാം ഓഡിറ്റോറിയം. യേശുവിൽ ശാപവിമുക്തി തൃശ്ശൂരിൽ. കാസിനോ ഓഡിറ്റോറിയം, ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം. 2015 ഫെബ്രുവരി 12 മുതൽ 15 വരെ. വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഫെബ്രുവരി 12 വ്യാഴം വൈകിട്ട് 6-ന്. ഫെബ്രുവരി 13, 14, 15 ശുശ്രൂഷകൾ രാവിലെ 10-നും വൈകിട്ട് 6-നും. ആരാധന, വിടുതൽ ശുശ്രൂഷ, വചന പ്രഘോഷണം. തങ്കു ബ്രദറും തോമസ് ഊട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നേ. സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നേ. യേശുവേ, 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 യേശുവേ. രക്തം ചൊരിഞ്ഞെന്നെ സ്വന്തമാക്കിയോനെ, ഞാൻ നിന്റെ മാത്രമാണേ.